على سيدنا محمد وآله وصحبه أجمعين أما بعد. പ്രശസ്ത പണ്ഡിതനായിരുന്ന ഹാത്തിം അൽ അസമ്മ് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഷഫീഖ് അൽ ബൽഖിയോടൊപ്പം 33 വർഷം താമസിച്ച് ശിക്ഷണം നേടുകയുണ്ടായി. ഒടുവിൽ അദ്ദേഹം പിരിയുമ്പോൾ ശിഷ്യനോട് ഗുരു ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലം എന്നോടൊപ്പം താങ്കൾ താമസിച്ചിട്ട് താങ്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ആ സന്ദർഭത്തിൽ ഹാത്തിം അൽ അസമ്മ് അദ്ദേഹം പറയുന്നുണ്ട്, 8 പാഠങ്ങൾ ഞാൻ താങ്കളിൽ നിന്നും പഠിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇത്രയും നാളും എൻ്റെ കൂടെ സഹവസിച്ചിട്ട് വെറും 8 പാഠങ്ങൾ മാത്രമാണോ താങ്കൾ പഠിച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ 8 പാഠങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഹാത്തിം അൽ അസമ്മ് പറയാൻ തുടങ്ങി. ഒന്നാമതായി ഞാൻ പഠിച്ച പാഠം, ഒരാൾ അത്യധികം സ്നേഹിക്കുകയും എല്ലാ കാലവും തന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മരണത്തോടുകൂടി അയാളിൽ നിന്ന് വേർപെട്ടു പോകുമെന്ന് ഞാൻ കണ്ടു. അതുകൊണ്ട് മരണശേഷവും എന്നോടൊപ്പം ഉണ്ടാകുന്ന അമല് സാലിഹാത്തുകളെ സ്നേഹിക്കാൻ ഞാൻ നന്നായിട്ട് പഠിച്ചു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഞാൻ രണ്ടാമതായി പഠിച്ച പാഠം, തൻ്റെ രക്ഷിതാവിൻ്റെ സന്നിധിയെ ഭയപ്പെടുകയും ഒരാൾ തൻ്റെ ആത്മാവിനെ സ്വന്തം താല്പര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്ത ഒരു മനുഷ്യൻ, അവൻ്റെ സങ്കേതം സ്വർഗമാണ് എന്ന അള്ളാഹുവിൻ്റെ വചനം, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിക്കുകയും എൻ്റെ താല്പര്യങ്ങളെയും എൻ്റെ ഇച്ഛകളെയും നിയന്ത്രിക്കാൻ ഞാൻ പഠിക്കുകയും ചെയ്തു. ഇതാണ് ഞാൻ താങ്കളിൽ നിന്നും അഭ്യസിച്ച രണ്ടാമത്തെ പാഠം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, മൂന്നാമത്തെ പാഠം, ആളുകൾ മറ്റുള്ളവരുടെ അവസ്ഥകൾ നോക്കിക്കൊണ്ട് അസൂയപ്പെടുന്നത് ഞാൻ കണ്ടു. അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ ജനങ്ങൾക്കുള്ള ജീവിതോപാധികൾ അല്ലാഹു തആല അവർക്കിടയിൽ വീതം വെച്ചിരിക്കുന്നു എന്ന ഖുർആനിക വചനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ജീവിത വിഭവങ്ങൾ അല്ലാഹു തന്നെ വീതിച്ചു കൊടുത്തതാണെങ്കിൽ അതിനെക്കുറിച്ച് അസൂയപ്പെടുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പരിപൂർണമായ സംതൃപ്തി ഉണ്ടായി. മറ്റുള്ളവർക്ക് അല്ലാഹു തആല നൽകിയതിൻ്റെ വിഷയത്തിൽ എനിക്കുള്ള അസൂയ തീരെ ഇല്ലാതായിപ്പോയി. ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ ജീവിതത്തിലെ മൂന്നാമത്തെ പാഠം. അദ്ദേഹം പറഞ്ഞു, നാലാമത് ഞാൻ പഠിച്ചത്, എല്ലാവരും എന്തെങ്കിലും ഒന്നിനെ അവരുടെ ജീവിതത്തിൽ ആശ്രയിച്ചിരിക്കുന്നു. ചിലർ സമ്പത്തിനെയാണ്, ചിലർ അവരുടെ പറമ്പിനെയും മണ്ണിനെയുമാണ്, ചില ആളുകൾ കച്ചവടത്തെ, ചിലർക്ക് തൊഴിലിനെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അങ്ങനെ ആരോഗ്യത്തെ ആശ്രയിച്ച മനുഷ്യരുണ്ട്. എന്നാൽ ഖുർആൻ പരിശോധിച്ചപ്പോൾ അള്ളാഹുവിനെ ആശ്രയിച്ചവർക്ക് അള്ളാഹു മതി എന്ന വചനം കണ്ടു. എൻ്റെ ജീവിതത്തിൽ നാലാമതായി ഞാൻ പഠിച്ചത്, ഏതിനെയൊക്കെ ആശ്രയിച്ചാലും അള്ളാഹുവിനെ ആശ്രയിക്കുന്നത്ര ഒന്നിനെയും ആശ്രയിക്കേണ്ടി വരുന്നില്ല. അള്ളാഹു മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്രയം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അഞ്ചാമതായിട്ട് ഞാൻ പഠിച്ച പാഠം, സമ്പത്ത്, പദവി, തറവാട്, ഇതിൽ നിന്ന് ജനങ്ങൾ അഭിമാനം കൊള്ളുന്നത് ഞാൻ കണ്ടു. സമ്പത്തും തറവാടും കുടുംബവും ഒക്കെയാണ് ആളുകളുടെ അഭിമാനത്തിൻ്റെ കാരണങ്ങൾ. അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിലെ ഒരായത്താണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല മാന്യന്മാരായ ആളുകൾ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യരായിട്ടുള്ള ആളുകൾ ഏറ്റവും വലിയ തഖ്വയുള്ളവനാണ് എന്ന വചനമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. സമ്പത്തിൻ്റെ പേരിലും തറവാടിൻ്റെ പേരിലും അഭിമാനം ധരിക്കൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വിലപ്പോവില്ല എന്ന് ഞാൻ അഞ്ചാമതായി പഠിച്ച പാഠമാണ്. അദ്ദേഹം പറഞ്ഞത്, ആറാമത്തെ പാഠം, ഒരു കഷ്ണം അപ്പത്തിനു വേണ്ടി, ഒരു കഷ്ണം ആഹാരത്തിന് വേണ്ടി ആളുകൾ അവിഹിതമായ കാര്യങ്ങൾ ചെയ്യുകയും ഹറാമിൽ അഭിരമിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു. എന്നാൽ ഭൂമിയിലുള്ള സകല ജീവികളുടെയും ആഹാരത്തിൻ്റെ ചുമതല അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് വിശുദ്ധ ഖുർആൻ പരിശോധിച്ചപ്പോൾ ഞാൻ കണ്ടത്. എല്ലാ ഇഴജന്തുക്കളുടെയും ഭക്ഷണത്തെക്കുറിച്ച് അള്ളാഹുവാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. അതുകൊണ്ട് ആഹാരത്തിന് വേണ്ടിയുള്ള അമിത സഞ്ചാരം ഞാൻ ഉപേക്ഷിച്ചിട്ട് അതിനുള്ള അവിഹിതമായ മാർഗങ്ങൾ വ്യവച്ഛേദിച്ച് ഞാൻ പഠിച്ച് അള്ളാഹുവിനോടുള്ള കർത്തവ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ഭക്ഷണം തരുന്നത് അള്ളാഹു ആണെങ്കിൽ പിന്നെ അതിനുവേണ്ടിയുള്ള അമിതമായിട്ടുള്ള സഞ്ചാരങ്ങൾ ഞാൻ നിർത്തിവെച്ചു. ഏഴാമത്തെ പാഠം, വിലപിടിച്ച വസ്തുക്കൾ കൈവശമുള്ള ആളുകൾ അവ ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കാൻ പണിപ്പെടുന്നത്
ഞാൻ കണ്ടു. എന്നാൽ നിങ്ങളുടെ കൈവശമുള്ളത് തീർന്നു പോകും, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് എന്നെന്നും ബാക്കിയാവുന്നത് എന്ന പാഠമാണ് ഞാൻ പഠിച്ചത്. ഷഫീഖുൽ ആത്തിമുൽ അസമ്മ് അദ്ദേഹത്തിൻ്റെ 8ാമത്തെ പാഠവും കൂടി ഗുരുനാഥൻ്റെ മുമ്പിൽ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ആളുകൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതും പരസ്പരം ശത്രുതയുടെ പേരിൽ കഴുത്തറുക്കുന്നതുമായിട്ട് ഞാൻ കണ്ടു. പിശാചിനെ നിങ്ങളുടെ ശത്രുവായി സ്വീകരിക്കൂ എന്ന ഖുർആനിൻ്റെ വചനമാണ് കണ്ടത്. എൻ്റെ മുമ്പിൽ പിശാചല്ലാതെ ഇപ്പോൾ എനിക്ക് ശത്രുവായി കാണാൻ മറ്റൊന്നുമില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. യഥാർത്ഥത്തിൽ ഹാത്തിമുൽ അസമ്മിൻ്റെ ഈ 8 പാഠങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ ജീവിതത്തിൽ ഒരു മനുഷ്യൻ വലിയ കാലയളവിൽ നിന്നോ ചെറിയ കാലയളവിൽ നിന്നോ അവൻ പഠിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഈ 8 പാഠങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മെ നയിക്കേണ്ടുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ജീവിതത്തിൻ്റെ മാർഗരേഖ എന്ന് നാം മനസ്സിലാക്കുക. ഈ 8 പാഠങ്ങൾ അഭ്യസിക്കുകയും പഠിക്കുകയും ചെയ്ത ആൾക്ക് മറ്റൊന്നും യഥാർത്ഥത്തിൽ പഠിക്കാനില്ല എന്നാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ജീവിതത്തിൽ പഠിച്ച് ജീവിതത്തിൽ മാറ്റത്തിനുള്ള വഴിമരുന്നായി അതിനെ സ്വീകരിക്കാൻ അല്ലാഹു തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.